ISLൻ്റെ നിലവിലെ ഒരു പ്രശ്നം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡിസംബർ 8-ാം തീയതിയാണ് ഈയൊരു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒക്കെ തന്നെ കൂടി സംയോജ്യമായിട്ട് 2014 അല്ലെ 2010 ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന കരാറിൻ്റെ അതായത് 15 വർഷം നീണ്ടുനിന്ന ആ ഒരു MRA കോൺട്രാക്റ്റ്, മ്യൂച്വൽ റൈറ്റ്സ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്റ്റിൻ്റെ അവസാന ദിവസം, അതായത് അത് വാലിഡ് ആയിട്ടുള്ള അവസാന ദിവസം ഇന്നാണ്. ഇന്നത്തോടുകൂടി ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പുതിയൊരു ISL സീസൺ ആരംഭിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്. പോരാത്തതിന് പുതിയൊരു കൊമേഴ്ഷ്യൽ പാർട്ണറിന് വേണ്ടിയുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമസാധ്യതകളും ഒക്കെ തന്നെ അന്വേഷിച്ച് നടക്കുവാനായിട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തുടങ്ങിയിട്ട്, അതായത് ചർച്ചകളൊക്കെ തന്നെ ഒരുപാട് നടത്തിയെങ്കിൽ പോലും ഒരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പോരാത്തതിന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസത്തിലായിരുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോട് ഈ ഒരു ഫെഡറേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ISL നടത്തുവാനായിട്ട് ക്ലബ്ബുകൾക്ക് പൂർണ്ണ അധികാരം നൽകണം, അതായത് ഒരു EPL ഫോർമാറ്റ് കൊണ്ടുവരണം എന്നൊരു തരത്തിലുള്ള ഒരാവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വലിയൊരു റോള് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ടോപ്പ് 10 ലീഗിൽ ഉണ്ടാവുകയില്ല. അതിൻ്റെ കംപ്ലീറ്റ് അവകാശവും ക്ലബ്ബുകൾക്ക് തന്നെയായിരിക്കും. അതായത് വാണിജ്യവൽക്കരിക്കുവാനായിട്ടുള്ള കംപ്ലീറ്റ് റൈറ്റ്സും ISL ക്ലബ്ബുകളായിട്ടുള്ള എല്ലാ ക്ലബ്ബുകളുടെയും ചുമതലയായി മാറുന്നതാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കാര്യത്തിലുള്ള വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഈ ഒരു ഫോർമാറ്റ് അംഗീകരിക്കുമോ എന്നുള്ളതൊന്നും. എങ്കിൽ പോലും നിലവിൽ സൂപ്പർ കപ്പ് ഇന്നലെയോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. സോ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആശ്വസിക്കുവാനായിട്ട് ആകെപ്പാടെ ലഭിച്ചിട്ടുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറായിട്ടുള്ള, അതായത് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ, അതായത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തിച്ച് സൂപ്പർ കപ്പിന് മുൻപോടിയായിട്ട് എത്തിച്ച് വളരെ മികച്ച പ്രകടനം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു കോൾദോ ഒബെയ്റ്റ. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 ഗോളുകളായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള താരം അദ്ദേഹമാണ്. അദ്ദേഹത്തിനാണ് നിലവിൽ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ട് അദ്ദേഹമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ 2 മത്സരം തുടർച്ചയായിരുന്നെങ്കിൽ പോലും മൂന്നാമത്തെ മത്സരത്തിൽ ഒരു അവസാന നേരത്തെ ഒരു മിസ്റ്റേക്കിൽ പറ്റിയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റിയോട് തോൽക്കേണ്ടി വരികയും പിന്നീട് ലീഗ് ടേബിളിൽ 2ാമതായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾ ഡിഫറൻസ് വരെ സെയിം ആയിരുന്നെങ്കിൽ പോലും ഹെഡ് ടു ഹെഡിൻ്റെ ഒരു അനുകൂലത്തിലായിരുന്നു മുംബൈ മുൻപോട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നിത്തിളങ്ങിയ കോൾദോ ഒബെയ്റ്റയ്ക്ക് അർഹിച്ച അവാർഡ് തന്നെയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്ന കോൾദോ ഒബെയ്റ്റയാണ് സൂപ്പർ കപ്പിലെ ഗോൾഡൻ വിന്നറായിട്ട് നിലവിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും നിലവിലെ ഒരു കംപ്ലീറ്റ് ഒരു മൂകത നിറഞ്ഞൊരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് എല്ലാ ക്ലബ്ബുകളും, അതായത് ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബ്ബുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്തായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ്റെ നിലവിൽ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ട കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 22 ദിവസം കൂടി മാത്രമാണ് ഈ ഒരു മാസം അവസാനിക്കുവാനായിട്ട് ബാക്കിയായിട്ടുള്ളത്. സോ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രധാന തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ ISL സീസൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം ജനുവരിയിൽ ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു 2025-26 ഫുട്ബോൾ സീസൺ, അതായത് ISL സീസൺ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളില്ല. കാരണം വളരെയധികം ടൈറ്റ് ഷെഡ്യൂളിനിടയിൽ ഒരു ISL സീസൺ നടത്തിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന് പുറമെ ജനുവരിയിൽ ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ടൈറ്റ് ഷെഡ്യൂൾ ആകുമെന്ന് മാത്രമല്ല, താരങ്ങളും ക്ലബ്ബുകളും മറ്റുള്ള ആ തരത്തിലുള്ള മേഖലകളിൽപ്പെട്ട ആളുകളും ഈ ഒരു കാര്യം അംഗീകരിക്കുന്നതല്ല. സോ അതിനാൽ തന്നെ ഒരു കാരണവശാൽ ഈ ഒരു ISL സീസൺ നടത്തണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ ഒരു നിർണായക തീരുമാനം ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്.